ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു എല്ലുകറി ഉണ്ടാക്കിയാലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ, ബാലൻസ് ഫുള്ളും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിക്കൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് വെച്ചത് കാരണം പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നല്ല വഴണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ മസാലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ മസാല നമുക്ക് എത്ര വേണോ അതിൻ്റെ ആവശ്യത്തിനൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എല്ലാം ഒരു ബ്രൗണിഷ് കളർ ആവുന്ന മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ എല്ലാം കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ടൊന്ന് പുരട്ടി എടുത്തെടുക്കാം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചു വേണം. അപ്പോൾ എല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ. ഒരു 10 മിനിറ്റ്സ് മതി. കഴിയുമ്പോഴത്തേന് നമ്മുടെ എല്ലുകറി റെഡി ആയിട്ട് വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.